നമ്മളിവിടുന്ന് കാണുന്നത് മഹാരാജ് കോളേജ് മരിച്ച അഭിമന്യുവിൻ്റെ ഗ്രാമമാണ്. ചേച്ചി വാങ്ങുന്നില്ല, ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചപ്പോൾ അരക്കിലോ തിന്നു. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് മൂന്നാറിലോട്ടാണ്. നാളെ രാവിലത്തെ മൂന്നാർ വട്ടവട പാക്കേജ് KSRTCയിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ നിന്ന് പുറപ്പെട്ട് നമ്മൾ രാത്രി 11:30 ആയപ്പോഴാണ് മൂന്നാർ എത്തിയത്. സ്റ്റേ ഒക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് ഞങ്ങൾ KSRT സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്നുള്ള ഉല്ലാസയാത്രയുടെ പാക്കേജ് ഡീറ്റെയിൽസാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ KSRTC ബസ്സിനകത്ത് നമുക്ക് സ്ലീപ്പർ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഒരു ബെർത്തിന് 220 രൂപയാണ് വരുന്നത്. വൈകിട്ട് ഒരു 5 മണിക്ക് ശേഷം വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ബുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഈ കാണുന്ന ബസ്സിലാണ് ആ സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. നമ്മൾ വട്ടവടയ്ക്കുള്ള ബസ് ഇവിടെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബസ് 8:45 അപ്പോൾ നമ്മളോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന് റിസർവേഷൻ ഉണ്ട്, രാവിലെ വന്നിട്ട് ആൾക്കാർക്ക് ടിക്കറ്റ് കൊടുക്കണം. സാധാരണ ഒരു KSRTC ബസ്സാണ് നമുക്ക് പോകാനുള്ളത്. ഈ കാണുന്ന ബസ് ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയൊക്കെ വൈറലായിരിക്കുന്ന ഡബിൾ ഡെക്കർ KSRTC ബസ്സാണ്. ഇതിൻ്റെ റേറ്റും ഡീറ്റെയിൽസും ഞാൻ ആദ്യം കൊടുത്തതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇത് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാം. ടൗണ് വിട്ടിട്ടുള്ള ആദ്യത്തെ കയറ്റം കയറിയപ്പോൾ തന്നെ ബസ്സിന് ചെറിയ പ്രശ്നമുള്ളതായിട്ട് കാണുന്നുണ്ട്. നമ്മൾ വഴിയിൽ പെട്ടു, നമ്മുടെ വണ്ടി കംപ്ലൈൻ്റ് ആയി. നമ്മൾ വഴി കിടക്കുകയാണ്, വേറെ വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു 10-20 മിനിറ്റ് വെയിറ്റ് ചെയ്തെങ്കിലും നമുക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു ബസ്സാണ് രണ്ടാമത് വന്നത്. നമ്മൾ ആദ്യം എത്തിയത് ഫോട്ടോ പോയിൻ്റ് എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്താണ്. നോർമലി മൂന്നാർ വരുന്നവരൊക്കെ തേയിലത്തോട്ടത്തിലുള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ്. ഓരോ പോയിന്റിലും ബസ് നിർത്തി ഇറങ്ങുമ്പോൾ ഡ്രൈവർ നമുക്ക് അനുവദിച്ച സമയം പറയും. ഇവിടെ നമുക്ക് 20 മിനിറ്റ് സമയമാണ് തന്നിരിക്കുന്നത്. അടുത്തതായി ബസ് നിർത്തിയത് ഈ ഗാർഡനിലാണ്. മെയിൻ ഉദ്ദേശം വട്ടവട ആയതുകൊണ്ട് മാട്ടുപ്പെട്ടി ഡാമിലൊക്കെ ജസ്റ്റ് ബസ്സിലിരുന്ന് തന്നെ കണ്ടുപോയതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ എക്കോ പോയിന്റിലെത്തി. നല്ല വെയിലാണ് ഇവിടെ. ഇവിടെയൊക്കെ നമ്മൾ ട്രിപ്പ് വരുമ്പോൾ സാധാരണ വരാറുള്ള സ്ഥലമാണ്.
കാഷ്യൂട്ടല്ല. അങ്ങനെ നമ്മൾ അങ്ങോട്ടുള്ള ചെക്ക് പോസ്റ്റ് കടന്നു. വിൻഡോസിൻ്റെ ഒക്കെ ഡിസ്പ്ലേ കാണുന്ന പോലത്തുള്ള സീനറികളാണ് ഇവിടെ മൊത്തം. ബസ്സിൻ്റെ സൈഡ് സീറ്റിൽ ഇത് ആസ്വദിക്കുക എന്ന് പറയുന്നത് വേറൊരു വൈബാണ്. ഏകദേശം ഇവിടെ വരെയുള്ളൂ. ഇവിടുന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ജീപ്പിലായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ജീപ്പിൽ കയറി. ബസ്സിൽ ഏകദേശം 50 പേരോളം ഉണ്ടായിരുന്നത്. ഏകദേശം 10 പേരാണ് ഒരു ജീപ്പിൽ കൊള്ളുന്നത്. ഞങ്ങളങ്ങനെ 4 ജീപ്പിലാണ് പുറപ്പെട്ടത്. നമ്മൾ വട്ടവടയിൽ നിന്ന് കയറിയ ജീപ്പ് ട്രക്കിങ് ഇവിടെ എത്തിക്കാണ്. ഫസ്റ്റ് പോയിന്റാണിത്. നമ്മളിവിടുന്ന് കാണുന്നത് മഹാരാജ് കോളേജിൽ മരിച്ച അഭിമന്യുവിൻ്റെ ഗ്രാമമാണ്. പിന്നെ അവിടെ കാണുന്ന ഒരു ബിൽഡിംഗ് ഉണ്ടോ, അവിടെയാണ് നായാട്ടിലെ മറ്റേ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത്. പോലീസുകാർ തൂങ്ങുമായിരിക്കുന്ന സീൻ. ആ ഏരിയയിലേക്കാണ് ഭ്രമരം ഷൂട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ നമ്മളങ്ങനെ ഇവിടുന്ന് അടുത്ത സ്റ്റോപ്പിലോട്ട് പോവാണ്. ഇതൊക്കെ വരുന്നതിന് പ്രത്യേകിച്ച് ഒരു 250 രൂപയാവും. പക്ഷേ മൂന്നാറിൽ നിന്നുള്ള ട്രാവലിങ്, ബസ്സിന്, പിന്നീട് ഇവിടെ വന്നിട്ടുള്ള ജീപ്പ് ട്രക്ക് മൊത്തത്തിലൊരു വൈബാണ്. വട്ടവട വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു KSRTC ബസ്സിന് വരാൻ തീരുമാനിച്ചത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വരാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ വന്നപ്പോൾ ഭയങ്കര ഹെവി ആയിട്ട് ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഹെവിയാണ്. എല്ലാവരും ജീപ്പിൽ നിന്ന് ഇറങ്ങി സ്ട്രോബെറി ഫാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
ആണ് നമ്മൾ ഡ്രൈവർ ചേട്ടൻ. ഇവിടെ നിറച്ച് സ്ട്രോബെറി ഉണ്ടായിരിക്കും. സ്ട്രോബെറി 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 ആയി. ഇതെല്ലാം ആൾക്കാർ പറിച്ചിട്ട് വരുന്നുണ്ട്. ഇതെല്ലാം പച്ചയാണ്, പഴച്ചിട്ടില്ല. കൂട്ടൊക്കെ ഉണ്ട്. ഇപ്പഴേ മലയിട്ടേക്കണതിൻ്റെ അവിടെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അരക്കിലേക്ക് 300 രൂപയാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മളെല്ലാവരും വാങ്ങുന്നുണ്ട്. ചേച്ചി വാങ്ങുന്നില്ല, ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചപ്പോൾ അരക്കിലോ തിന്നു. സ്ട്രോബെറി തോട്ടം കണ്ടിട്ട് അടുത്തൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലോട്ടാണ്. വാട്ടർഫാൾസ് ആണ്, താഴത്താണ്. ഇവിടെ ഒരു അടിപൊളി പഴം വരച്ച വെച്ചിട്ടുണ്ട്. മഴ വരും, എല്ലാവരും തിരിച്ചു പോവാം. നല്ല മഴയാണ്. മുകളിലൊരു ചേട്ടൻ വെള്ളച്ചാട്ടത്തിൻ്റെ മുകളിൽ വീണം. പിന്നെ മുകളിലോട്ട് അപ്പുറം കയറിപ്പോ മുകളിലൊരു ചാടുമ്പോൾ വീഴും. അത്യാവശ്യം വെള്ളമാണ്, അതുകൊണ്ടാണ്. ഞങ്ങളപ്പോൾ ഇനി മഴ സഹിക്കാൻ വയ്യ. നമ്മളിപ്പോൾ വേറൊരു സ്ട്രോബെറി ഫാമിലെത്തി. അവിടെ സൂര്യകാന്തിനുണ്ട്. ഇത് സ്ട്രോബെറി ഉണ്ടായി വരുന്നേ ഉള്ളൂ. മഴയാണ്, നല്ല മഴ. എവിടെ ചീഞ്ഞൊക്കെ കിടക്കുക സ്ട്രോബെറി. ഞങ്ങളിങ്ങനെ മുകളിലോട്ട് കയറുക. ഇതിലൊക്കെ ഇറങ്ങി സൂര്യകാന്തികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിൽപ്പുണ്ട്. ക്ലൈമറ്റ് നോക്കിയാൽ മുകളിൽ മേഘം വന്ന് നിറഞ്ഞ് നല്ല ഇടിമഴ. വട്ടവട വട്ടവട വട്ടവടയിലെ മഴ കൂടുന്നുണ്ട്. ഞങ്ങൾ അപ്പുറം വഴി കറങ്ങി. അവിടെ വൈനും സ്ട്രോബെറിയും ഇവിടെ തേനീച്ചയുടെ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ സ്ട്രോബെറിയുടെ വൈനുണ്ട് 150 രൂപ. പിന്നെ സ്ട്രോബെറിയുടെ ജാമുണ്ട്, പൈനാപ്പിളും പാഷൻ ഫ്രൂട്ടും കൂടി മിക്സ് ചെയ്ത ജാമുണ്ട്. അതിന് 100 രൂപ. പക്ഷെ നല്ല മഴയാണ്. ഞങ്ങൾ വീണ്ടും ഇവിടെ പെട്ടു. അത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്തോട്ട് ഓടാൻ. ഇടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏകദേശം വട്ടവട പാക്കേജ് ഇവിടെ അവസാനിക്കുകയാണ്. നല്ല തിരക്കായിരുന്നു റോഡ് മൊത്തം. ഇനി KSRTC അവിടെ വരെ ഓടി എത്തുമ്പോഴത്തേക്കും നമുക്ക് 8 മണിക്കുള്ള റിട്ടേൺ ബസ്സാണ് ബുക്ക് ചെയ്തേക്കുന്നത്. മിന്നൽ, എറണാകുളം മിന്നൽ. അതിനു മുമ്പ് നമുക്ക് മൂന്നാർ ടൗണിലെത്തണം. നമ്മൾ ഈ പാക്കേജ് ബുക്ക് ചെയ്തത് KSRTCയുടെ ആപ്പിലൂടെയാണ്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ KSRTC മൂന്നാറിൽ കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. പാക്കേജ് ഡീറ്റെയിൽസും ടൈമിങ്ങും എല്ലാം അവർ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും.